പുതിയ സാമ്പത്തിക വർഷം ഏപ്രിൽ 1 പുതിയ സാമ്പത്തിക വർഷം 2026-2027 ഉണ്ടാക്കുന്നതെങ്ങനെ എന്നു നോക്കാം. ആദ്യം ഡാറ്റാബേസിന്റെ ഒരു ബാക്കപ്പ് എടുക്കുക. ഇതിനായി ഡാറ്റ എന്ന മെനുവിൽ ബാക്കപ്പ് ഡാറ്റാബേസ് എന്ന ഓപ്ഷൻ എടുക്കുക. ഇപ്പോൾ വരുന്ന വിൻഡോയിൽ ബാക്കപ്പ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഡാറ്റയുടെ വലിപ്പമനുസരിച്ച് ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ ബാക്കപ്പ് സക്സസ്ഫുള്ളി പ്രോസസ്ഡ് എന്ന മെസ്സേജ് വരും. ഇനി ബാക്കപ്പ് ഓപ്ഷൻ ക്ലോസ് ചെയ്യാം. തുടർന്ന് ടൂൾസ് എന്ന മെനുവിൽ അഡ്വാൻസ്ഡ് ടൂൾസിൽ ഫിനാൻഷ്യൽ ഇയർ എന്ന ഓപ്ഷൻ എടുക്കുക. അതിൽ ഇയർ നമ്പറിന് നേരെ 2026-2027 എന്ന വർഷം ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ആ വർഷം തിരഞ്ഞെടുത്തതിനുശേഷം കറന്റ് ഇയർ എന്ന ചെക്ക് ബോക്സ് എനേബിൾ ആക്കി സേവ് ചെയ്യുക. ഇത്രയും ചെയ്താൽ മതി. ഇവിടെ 2026-2027 ഇല്ലെങ്കിൽ മാത്രം തുടർന്നുള്ള കാര്യങ്ങൾ ചെയ്യുക. അവിടെ 2026-2027 വർഷം ഇല്ലെങ്കിൽ, അതായത് 2026-2027 വർഷം പുതുതായി ഉണ്ടാക്കുന്നതിന് മുകളിലെ ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 2026-2027 വർഷത്തെ വിശദാംശങ്ങൾ തനിയെ വരും, അതായത് ഇയർ ഡിസ്ക്രിപ്ഷൻ, വർഷം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതുമായ തീയതികൾ, ഓപ്പണിംഗ് സ്റ്റോക്ക് തീയതി എന്നിങ്ങനെ. അവ ശരിയാണെന്ന് നോക്കി ഉറപ്പുവരുത്തുക. പുതിയ വർഷം ഉണ്ടാക്കുന്നതോടൊപ്പം വേണമെങ്കിൽ ഈ വർഷത്തെ സ്റ്റോക്കിന്റെയും ലെഡ്ജറുകളുടെയും ക്ലോസിംഗ് ബാലൻസ് പുതിയ വർഷത്തിൽ ഓപ്പണിംഗ് ആയിട്ട് ഇട്ടുപോകാം. കഴിഞ്ഞ വർഷത്തെ സെയിൽസ്, പർച്ചേസ് മുതലായ ഇൻവെന്ററി ട്രാൻസാക്ഷൻസ് ചെയ്തു കഴിഞ്ഞുവെങ്കിൽ ഫിക്സ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന ചെക്ക് ബോക്സ് എനേബിൾ ആക്കൂ. കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് പുതിയ വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആയി തനിയെ വന്നുകൊള്ളും. കഴിഞ്ഞ വർഷത്തെ അക്കൗണ്ട് വൗച്ചറുകളും മറ്റും ചെയ്തു കഴിഞ്ഞുവെങ്കിൽ ഫിക്സ് ലെഡ്ജർ ബാലൻസ് എന്ന ചെക്ക് ബോക്സ് എനേബിൾ ആക്കിയാൽ കഴിഞ്ഞ വർഷത്തെ ലെഡ്ജർ ക്ലോസിംഗ് ബാലൻസ് പുതിയ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയി വന്നുകൊള്ളും. ഇനി 2025-2026 ട്രാൻസാക്ഷൻസ് ചെയ്തു കഴിഞ്ഞിട്ടില്ലെങ്കിൽ ക്ലോസിംഗ് പിന്നീട് പുതിയ വർഷത്തെ ഓപ്പണിംഗ് ആയി മാറ്റാവുന്നതാണ്. അതിനായി ടൂൾസ് എന്ന മെനുവിൽ അഡ്വാൻസ്ഡ് ടൂൾസിൽ ഓപ്പണിംഗ് സ്റ്റോക്ക്, ലെഡ്ജർ ഓപ്പണിംഗ് എന്നീ ഓപ്ഷനുകൾ ഉപയോഗിക്കാം. അതിനെക്കുറിച്ച് പിന്നീട് വിശദമായി പറയാം. ഇനി മുകളിലായി കാണുന്ന സേവ് ബട്ടണ് ക്ലിക്ക് ചെയ്യുക. പുതിയ ഫിനാൻഷ്യൽ ഇയർ ഉണ്ടാക്കി എന്ന മെസ്സേജ് വരും. തുടർന്ന് സോഫ്റ്റ്വെയർ പൂർണ്ണമായും ക്ലോസ് ചെയ്തു ഓപ്പൺ ചെയ്യുക. ഇനി സാധാരണ പോലെ ഉപയോഗിക്കാം. ഇപ്പോൾ ബിൽ നമ്പർ 1 മുതൽ ആയിട്ടുണ്ടാകും. കഴിഞ്ഞ വർഷത്തെ ബില്ലുകളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നതിനായി ഫിനാൻഷ്യൽ ഇയർ 2025-2026 മാറ്റേണ്ടതുണ്ട്. അതിനായി ടൂൾസ് എന്ന മെനുവിലെ ഫിനാൻഷ്യൽ ഇയർ എന്ന ഓപ്ഷനിൽ സാമ്പത്തിക വർഷം മാറ്റിയാൽ മതി.